ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അതിനായിട്ട് ആദ്യമായി കറിയിലേക്ക് വേണ്ട 1.5 കിലോ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വിനീഗർ എന്നിവ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് വയ്ക്കാം. അതിനാദ്യമായി ഒരു കലത്തിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്തോട്ട് വയ്ക്കുക. അതിലേക്ക് 3-4 ഏലക്ക, 5-10 ഗ്രാമ്പു, 10-15 കുരുമുളക്, പെരുംജീരകം ആവശ്യത്തിന്, തക്കോലം 2-3, പട്ട 2-3 ഇട്ട് കൊടുത്തതിന് ശേഷം തിളപ്പിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യത്തിനുള്ള അരി എടുത്ത് കഴുകി വെള്ളം മാറാൻ വയ്ക്കുക. ഞാനിവിടെ 5 കപ്പ് റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെള്ളം തിളയ്ക്കാറായി വരുമ്പോൾ തന്നെ ഞാനിവിടെ റൈസ് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റൈസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം വേവിക്കുക. ഇപ്പോൾ നമ്മുടെ റൈസ് പകുതി വെന്തിട്ടുണ്ട് കേട്ടോ. ആ സമയം നമുക്ക് റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുക. ഉപ്പ് എപ്പോഴും കയറി നിൽക്കണം കേട്ടോ. അപ്പോഴാണ് റൈസ് വെന്ത് കിട്ടുമ്പോൾ കറക്റ്റായിട്ട് ആവുകയുള്ളൂ. ഒരുപാട് കയറി നിൽക്കണ്ട കേട്ടോ. നല്ലോണം ഇളക്കിയതിന് ശേഷം അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. ഇപ്പോൾ നമ്മുടെ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ നമുക്ക് വെന്തു എന്ന് തോന്നുമ്പോൾ അതിലെ വെള്ളം വാരാനായി വെക്കണം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് റൈസിലേക്ക് വേണ്ട കാഷ്യൂനട്ട് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഉരുളി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ട് കൊടുക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ വറുത്ത് കോരുക. എന്നിട്ട് അതേ ഉരുളിയിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ഒഴിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സബോള നീളത്തിലരിഞ്ഞത് വറുത്തെടുക്കുക. ഞാനിവിടെ ചിക്കനിലേക്ക് വേണ്ട സവോളയും കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ മൊത്തം 5 സവോള ആണ് എടുത്തിരിക്കുന്നത്. അതിൽ 1.5 സവോള മാത്രമേ ബിരിയാണി റൈസിലേക്ക് വേണ്ടൂ കേട്ടോ. ബാക്കി നമുക്ക് ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നല്ലോണം ഫ്രൈ ചെയ്യുക. ശേഷം അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ആദ്യമായി ഒരു വലിയ ബിരിയാണി പോട്ട് അടുപ്പത്തോട്ട് ചെറുതീയിൽ വെക്കുക. നല്ലോണം ചൂടായി വന്നാൽ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ചൂടായി വന്നാൽ അതിലേക്ക് വറുത്ത് വെച്ച സവോള കുറച്ച് ഇട്ട് കൊടുത്ത് പിന്നെ വറുത്ത അണ്ടിപ്പരിപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക. അതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഒരു ലെയർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് അല്പം പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. പൈനാപ്പിൾ എസൻസ് വേണ്ടവർ മാത്രം യൂസ് ചെയ്താൽ മതി. കുറച്ച് കളർ ആഡ് ചെയ്യുക. ഞാനിവിടെ പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് കേട്ടോ കളർ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് കാഷ്യൂനട്ട്, സവോള വിതറി കൊടുക്കുക. പിന്നീട് റൈസ്, കളർ എന്നിവ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ റൈസ് തീരണ വരെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് അല്പം കളറും എസൻസും അതുപോലെ തന്നെ നെയ്യ് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഞാനിവിടെ അല്പം കൂടി കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിലേക്ക് അല്പം നെയ്യ് ഉരുക്കി ചേർക്കുക. നല്ലോണം ഇളക്കുക. ബാക്കിയുള്ള നെയ്യ് കൂടി ചേർത്ത് വീണ്ടും നല്ലോണം ഇളക്കുക.
എന്നിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സവോള വറുത്തതും 2 മല്ലിയില ഇട്ടുകൂടി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസിലോട്ട് വേണ്ട ചിക്കൻ റെഡി ആയിട്ട് എടുക്കണം. അതിനായിട്ട് നമുക്ക് മസാല തേച്ച് മാറ്റി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. നേരത്തെ നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ പീസസും ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. നല്ലോണം വറുത്തെടുക്കേണ്ട കാര്യമില്ല കേട്ടോ, ഡീപ്പ് ഫ്രൈ ആവണ്ട കേട്ടോ, നോർമൽ ഫ്രൈ മതി. ഇങ്ങനെ തന്നെ എല്ലാ ചിക്കൻ പീസും വറുത്തെടുക്കണം. ശേഷം ചിക്കൻ പീസൊക്കെ മാറ്റി വയ്ക്കുക. അതിനുശേഷം അതേ ഓയിൽ തന്നെ നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച സവോളയിൽ നിന്ന് വളരെ കുറച്ച് മാറ്റി വെച്ചതിനു ശേഷം ബാക്കിയുള്ളത് ഉരുളിയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കണം കേട്ടോ. ശേഷം തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുക. പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കുക. അതിലേക്ക് ഒരു പാക്കറ്റിൻ്റെ പകുതി ബിരിയാണി മസാല ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറ്റിയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില, പുതിനയില ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ശേഷം അതിലേക്ക് വറുത്തു മാറ്റി വെച്ച ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ശേഷം മുൻപ് നമ്മൾ മാറ്റി വെച്ച വറുത്ത സവോളയിൽ അത് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ട ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.